വലിയ വിവാദങ്ങളെയൊക്കെ തുടർന്ന് അടൂരിലെ വീട്ടിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടം ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ നിർദ്ദേശപ്രകാരം പൊതു മണ്ഡലത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികളിലൊക്കെ സജീവമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ നടക്കാത്ത നിയമസഭാ ദിവസങ്ങൾ നോക്കി പങ്കെടുക്കുക, ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലേക്ക് ചെന്നിരിക്കുക, പാലക്കാട്ടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുക, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നു, തള്ളിയ പത്രിക ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ പോയി സിനിമാ സ്റ്റൈൽ ചർച്ചകളും വാഗ്വാദങ്ങളും നടത്തി സ്വീകരിപ്പിക്കുക. അങ്ങനെ പോയ ഇമേജ് ഒരു പരുവത്തിൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിൻ്റെ സൈബർ പോരാളികൾ രാഹുലിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ ഒരു ക്ലിപ്പ് കൂടി വെളിയിൽ വന്നിരിക്കുന്നത്. പുതിയ ക്ലിപ്പിൻ്റെ വരവോട് കൂടിയിട്ട് KPCC നിർദ്ദേശം കൊടുത്തു, ഇനിയും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ രാഹുൽ ഇന്നും സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകൾ കയറി വോട്ട് പിടിക്കുന്നുമുണ്ട്. KPCC പുറത്താക്കി എന്ന് പറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിലെല്ലാം പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്തുതരം പുറത്താക്കലാണെന്ന് മനസ്സിലാവുന്നില്ല. മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിലൊന്നും അവരുടെ പ്രവർത്തകർ പങ്കെടുക്കാറില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതെന്തൊരു തരം പുറത്താക്കലാണെന്ന് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷ നേതാവ് BD സതീശൻ 24 മണിക്കൂറും പറയുന്നത് ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ്. ഈ നടപടിയെടുത്ത ആളാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ വേദി പങ്കിടുന്നതും കോൺഗ്രസിന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുവാൻ ഇറങ്ങി നടക്കുന്നതും. ഇത് എന്ത് തരം പുറത്താക്കലാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് K മുരളീധരൻ പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ്. എന്നാൽ KC വേണുഗോപാൽജി പറയുന്നത് ഇത് KPCCയുടെ നേതൃത്വത്തിൻ്റെയോ കയ്യിലുള്ള കാര്യമല്ല, പ്രാദേശിക നേതൃത്വമാണ് അതിനെതിരെ നടപടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന്. BD സതീശന്റെയും ഷാഫിൽ പറമ്പിലിന്റെയും ഒക്കെ ഒരുതരം രഹസ്യ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാഹുൽ പാലക്കാട്ട് സജീവമായിട്ടുള്ളത്. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, അതിനെ കോൺഗ്രസ് വെളിയിൽ നിന്ന് പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഡീല്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഈ ഡീലിനെ കുറിച്ചോ രാഹുലിന്റെയും BD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ നെക്സസിനെ കുറിച്ചോ ഒന്നും അറിയാതെയാണ് ഇന്നലെ കണ്ണൂരിലെ ഒരു പല്ലുപോയ സിംഹം, പഴയ KPCC പ്രസിഡന്റ് K സുധാകർജി പറഞ്ഞത് രാഹുൽ നല്ല പയ്യനാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ കോൺഗ്രസിന്റെ കുട്ടിയാണ്, അവനെ ഞങ്ങൾക്കറിയാം എന്നൊക്കെയുള്ള വലിയ വീരവാദവുമായിട്ട് KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകർജി ഇന്നലെ വെളിയിൽ വന്നത്. എന്തായാലും രാഹുലിനെ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇമേജ് എല്ലാം വീണ്ടെടുപ്പിച്ച് മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പുതിയ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ചാവേർ പോരാളികൾ സൈബർ ഇടങ്ങളിൽ ഇത് News 18 ഇറക്കിയ AI വീഡിയോയാണ്, ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ സംഭാഷണങ്ങളും ചർച്ചകളും നടക്കുന്നു. ഇന്നലെ മാധ്യമങ്ങൾ രാഹുലിനോട് ചോദിച്ചു, ഇത് താങ്കളുടെ തന്നെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാഹുലിന് ഇതെന്റേതല്ല, എന്റെ ഇങ്ങനെയല്ല എന്നുള്ള നിലപാടെടുത്ത് മുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കുറച്ചെങ്കിലും പ്രതിബദ്ധത താങ്കളെ നേതാവാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടോ കോൺഗ്രസിന്റെ പ്രവർത്തകരോടോ താങ്കളെ MLA ആക്കിയ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരോടോ ഉണ്ടെങ്കിൽ താങ്കൾ വ്യക്തത വരുത്തുവാനോ അതല്ല ഇതെല്ലാം കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും തയ്യാറാവണം. താങ്കളിൽ നിന്നും അത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വ്യാജ ID കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ആള്, സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച പണം പുട്ടടിച്ച താങ്കളെ പോലെയുള്ള ഒരാളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല. എന്തായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ക്ലിപ്പാ വന്നതെങ്കിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എത്ര ക്ലിപ്പുകൾ പുറത്തു വരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നാടകങ്ങളുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുവാൻ വരുന്നതെങ്കിൽ എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.